ചൂണ്ടൽ പഞ്ചായത്തിലെ പട്ടിക്കര മേഖലയിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് അനുവദിച്ച ഫണ്ട് കൃത്യമായി ഉപയോഗിച്ചില്ലെന്നാരോപിച്ച് പ്രതിഷേധവുമായി CPM-ഉം DYFI-യും രംഗത്ത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായി പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് 4, 6, 7 വാർഡുകളിൽ ഫലപ്രദമായി ഉപയോഗിച്ചില്ലെന്ന ആരോപണവുമായിട്ടാണ് ഇടത് സംഘടനകൾ രംഗത്ത് വന്നത്. പട്ടിത്തട സെന്ററിലും ചെറിയ കുട്ടികൾ പഠിക്കുന്ന പട്ടിക്കര LP സ്കൂൾ പരിസരത്തും ശുചീകരണം നടത്തുവാൻ വാർഡുകളെ പ്രതിനിധീകരിക്കുന്ന പഞ്ചായത്ത് അംഗങ്ങൾ തയ്യാറായില്ല എന്നാണ് CPM-ന്റെയും DYFI-യുടെയും വാദം. വാർഡുകളിലെ ജനങ്ങളോടും പൊതുസമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയിൽ അനാസ്ഥ തുടരുന്ന 4, 6, 7 വാർഡുകളിലെ മെമ്പർമാരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് CPM DYFI നേതൃത്വത്തിൽ പ്രവർത്തകർ മേഖലയിൽ ശുചീകരണം നടത്തി. CPM പട്ടിക്കര ബ്രാഞ്ച് സെക്രട്ടറി ഫഹദ് മുസ്തഫ, മുൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ NA ഇക്ബാൽ, AV സത്യൻ, ബ്രാഞ്ച് അംഗങ്ങളായ NA നൌഷാദ്, സബീന, റൌഫ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത്തരത്തിൽ കാട് പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥയുണ്ടായി. നമ്മുടെ ഒരു പ്രവർത്തകന് പോലും പാമ്പ് കടി ഏൽക്കുന്ന രീതിയിലേക്കും പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ബസ് കാത്തു നിൽക്കാനുള്ള സൗകര്യത്തിലുള്ള രീതിയിലുള്ള പുല്ല് വെട്ടുകയോ മഴക്കാല പൂർവ്വ ശുചീകരണമോ നടത്താതെയാണ് വാർഡ് മെമ്പർമാര് ഇവിടെയുള്ള നാട്ടുകാരോടുള്ള അനാസ്ഥ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ അനാസ്ഥക്കെതിരെയാണ് CPIM-ന്റെ പട്ടിക്കര ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള മാസ് ക്ലീനിങ് സംവിധാനം ഏറ്റെടുത്തിട്ടുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ക്ലീനിങ് പ്രവർത്തനങ്ങളുമായി ഞങ്ങളുടെ പ്രവർത്തകർ ഇവിടെ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഇതിനുള്ള ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തിക്കൊണ്ടാണ് ബ്രാഞ്ച് ഇത്തരത്തിൽ